റഹ്ബാനിയത്ത് നബ്തദഉഹു എന്ന് പറയുന്നുണ്ട് ഖുർആൻ. പ്രിയമുള്ളവരെ, വിവരക്കേടിന് ആൾരൂപം പൂണ്ടാലുള്ള ഷാജി ഉറഞ്ഞു തുള്ളുകയാണ്. അദ്ദേഹത്തിൻ്റെ തുള്ളലിൽ പാണ്ഡിത്യം നിറഞ്ഞൊലിക്കുകയാണ്, തുളുമ്പി മറിയുകയാണ്. മതമറിയാത്തവൻ മതം പറയരുത് എന്ന് ഒരു നിയമമാണ്. പക്ഷെ അതൊന്നും പറ്റില്ല. എനിക്ക് അറിവുള്ളവർക്ക് പറയാം. പക്ഷേ അറിവില്ലാത്ത ഷണ്ടന്മാരിങ്ങനെ മതം വിളമ്പിക്കൊണ്ടിരിക്കുന്നു. കാളി തന്നെ വിവരം വേണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്താ ആർക്കും എന്നും പറയാം എന്നതിൽ നിന്ന് ചിലപ്പോൾ ഇജാസത്ത് വാങ്ങിയിട്ടാണോ പറയുന്നത് എന്നറിയില്ല. ഏതായാലും അദ്ദേഹം ഇപ്പോൾ ഓരോ കാര്യങ്ങൾ പാണ്ഡിത്യം നടിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും സ്റ്റേജിൽ കയറിയാൽ ആരോഗ്യമുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ ഇരിക്കാൻ കഴിയുള്ളൂ. അത്രമാത്രം ഇങ്ങനെ അലറുകയാണിത്. ഇത്രമാത്രം അപകടകാരികൾ ഈ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ആ രീതിയിൽ തിളച്ചു മറയുന്ന ഒരു സാധനമായി ആ മനുഷ്യൻ മാറിയിരിക്കുകയാണ് എന്നാണ് നമ്മുടെ അനുഭവം. അപ്പോൾ അറിവുള്ളവർക്കൊക്കെ പറയാം എന്നാണ് പറയുന്നത്. അറിവുള്ളവർക്കൊക്കെ ശരിക്കും പഠിച്ചവർക്ക് മതം പറയാം. പക്ഷെ പഠിക്കാത്ത ഒരാൾ മതം ഇങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുക. മുമ്പ് മതം പറഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാളും സ്ഥാനം ഇബ്നു അബ്ബാസിനാണ് എന്ന്. ഇതിനെന്താണ്? വഹാബികളുടെ യുക്തിവാദമാണ്. കാരണം വഹാബിസത്തിൻ്റെ 110 ഡിഗ്രിയിലുള്ള ഒരാളാണ് അദ്ദേഹം എന്ന് വളരെ വ്യക്തമാണ്. വഹാബിസത്തിൻ്റെ പിളർപ്പ് വലിയധികം അസ്വസ്ഥത സൃഷ്ടിച്ച അദ്ദേഹം ഖുറാഫാത്ത് ഇവിടെ ഇല്ലാതാണെങ്കിൽ വഹാബിസത്തിൻ്റെ ആ പിളർന്ന കഷ്ണം തന്നെ ഉണ്ടായാൽ മതി, അതെങ്കിലും അവിടെ വേണം എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ ആളുകളെ വിജയിപ്പിക്കാൻ വേണ്ടി കുറേ കാലം ഒപ്പം നടന്ന ആളുകളാണ് ഈ ചവിട്ടേറ്റ് വാങ്ങുന്നത് എന്നത് കാലത്തിൻ്റെ ദുര്യോഗമായി മനസ്സിലാക്കാം. അവരോടൊക്കെ ഉപദേശിക്കാൻ തുടങ്ങിയിട്ട് വർഷം 35 കഴിഞ്ഞു. ഇവർ കാപട്യന്മാരാണ്, അവരെ പിന്തുണക്കരുത്, അവരിൽ നിന്നും മോചനം നേടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അസ്തിത്വം ഉയർത്തിപ്പിടിക്കണമെന്ന്. പക്ഷേ തയ്യാറില്ല. അവസാനം അനുഭവിക്കുക തന്നെ. അപ്പം മുതലക്കുളത്ത് കുറച്ച് മതം പറഞ്ഞു. ആ മതം പറഞ്ഞതൊന്നും ദഹിക്കാത്ത അദ്ദേഹത്തിന് പുതിയതായ പാണ്ഡിത്യം വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ഒരു സാമ്പിൾ കാണുക. റഹ്ബാനിയത്ത് നബ്തദഉഹു എന്ന് പറയുന്നുണ്ട് ഖുർആൻ. അദ്ദേഹത്തിനുള്ള ആ പാണ്ഡിത്യം തുളുമ്പിയതാണ് ഇപ്പോൾ ഈ കണ്ടത്. റഹ്ബാനിയത്തൻ നബ്തദഉഹ. ഖുർആനിലെ ഒരു പദം പോലും, ഹറക്കത്തിട്ട പദം പോലും നോക്കി വായിക്കാൻ അറിയാത്ത ഇവനാണ് പണ്ഡിതന്മാരെ ദീൻ പഠിപ്പിക്കാൻ വന്നിട്ടുള്ളത്. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മേലെ ഒരാളെ കയറ്റിയിരുത്താൻ വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം അപകടകാരികളെ ഒരു ഇസ്ലാമിൻ്റെ പേരിൽ നിലനിൽക്കുന്ന പാർട്ടി വെച്ച് ഉറപ്പിക്കുന്നതിലാണ് അത്ഭുതം. അദ്ദേഹം പറയുന്നതൊക്കെ ലീഗിൻ്റെ നയമാണെന്ന് പിന്നെ ഇപ്പോൾ അതിൻ്റെ കർമൂസത്തണ്ട് വളരെ വ്യക്തമായി സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് ഈ പാർട്ടി ദീനിനെയും സമുദായത്തെയും അഹ്ലുസുന്നത്തിനെയും തകർക്കാൻ വേണ്ടി ഉള്ളതാണ് എന്ന് പൂർവ്വകാലത്ത് പല നേതാക്കന്മാരും പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായി വരികയാണ്. തിരുത്താൻ പറ്റുന്ന ഒരാളും തലപ്പത്തില്ല, വിവരമില്ലാത്തവരൊക്കെ തലപ്പത്ത് കയറിയിരിക്കുകയാണല്ലോ. അപ്പോൾ ജാഹിലീങ്ങളെ കൊണ്ടുള്ളൊരു ആറാട്ട് ഈ മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റഹ്ബാനിയത്തെ നിബ്തദഉഹ എന്ന് കൂട്ടി വായിക്കുമ്പോൾ ഒരു നൂന് തൻവീൻ അവിടെ ഉണ്ട്. ആ നിയമമൊന്നും പഠിച്ചവനല്ലല്ലോ. തോന്നിയതുപോലെ ഖുർആനിൽ വാക്ക് ഉച്ചരിക്കുക, ഇതിനൊന്നും ഒരു പ്രശ്നം അവർക്കില്ല. പാണ്ഡിത്യം തുളുമ്പട്ടെ. റഹ്ബാനിയത്തൻ എന്ന പദത്തിൻ്റെ മേൽ സ്റ്റോപ്പ് ചെയ്ത് വായിക്കുമ്പോൾ ഇബ്തദഉഹ എന്നാണ് വായിക്കേണ്ടത്. അത് ഖുർആൻ ഓതി പഠിച്ചവർക്കല്ലേ തിരിയുള്ളൂ. റഹ്ബാനിയത്ത് നബ്തദഉഹു എന്ന് പറയുന്നുണ്ട് ഖുർആൻ. ഒരു നാടനായ മനുഷ്യൻ ഇങ്ങനെ ഖുർആനിലൊരു പദം ഉച്ചരിക്കുമ്പോൾ തെറ്റില്ലേ എന്നൊക്കെ പറഞ്ഞ് കയർക്കുന്നവരുണ്ടായിരിക്കാം. അവരോട് പറയാനുള്ളത്, ഇദ്ദേഹം വലിയ അല്ലാമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാരെ തിരുത്താൻ വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. വിവരമില്ലാത്തവൻ വിവരമില്ല എന്ന നിലയ്ക്ക് എന്ത് പറഞ്ഞാലും അത് നമുക്ക് തിരുത്തി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് പണ്ഡിതന്മാരുടെ മേൽ കുതിര കയറിയിട്ട് അവരെക്കാളും അറിവുള്ളവനായി അഭിനയിക്കുന്നതിലാണ് കഷ്ടം. വാക്യം ഏതായാലും തെറ്റിച്ചു പറഞ്ഞു. ഇനി അതിൻ്റെ ആശയം എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നതൊന്ന് കേൾക്കണ്ടേ? എന്താ പറയണ അറിയങ്ങള്?
പൗരോഹിത്യത്തെ അവർ പടച്ചുണ്ടാക്കി. കുന്നംകുളത്തെ മൗലവിയോട് ഞാൻ പറയണത്, ഞാൻ പറഞ്ഞതുകൊണ്ട് ഈ വാക്ക് ഖുർആൻ അല്ലാതെ ആവില്ല. നീ അതിന് ഷാജി ഖുർആൻ പറഞ്ഞിട്ടില്ലല്ലോ. നിന്റെ തോന്നിവാസം ഖുർആനിൽ ഒരു പദം അടിച്ചേൽപ്പിച്ച് പറഞ്ഞു എന്നല്ലാതെ നീ പറഞ്ഞത് എങ്ങനെ ഖുർആനാകും? ഖുർആൻ അതിൻ്റെ ശൈലിയുണ്ട്, അതിൻ്റെ ഭാഷയുണ്ട്, പദമുണ്ട്. അതിന് വിഘാതമായ രീതിയിൽ പറഞ്ഞിട്ട് ഇത് ഖുർആനാണെന്ന് ജൽപ്പിക്കുന്ന വിഡ്ഢിത്തം ഒഴിവാക്കണം. ഈ പൗരോഹിത്യം സ്വന്തം പാർട്ടിയിലാണല്ലോ ഉള്ളത്. എല്ലാ നിയമങ്ങൾക്കും അതീതനാണ് തങ്ങളുടെ പ്രസിഡന്റ്. അദ്ദേഹത്തെ ആരും വിമർശിക്കാൻ പാടില്ല എന്ന പൗരോഹിത്യം പല സെക്ഷനാണ്. അതിൽപ്പെട്ട ഒരു പൗരോഹിത്യം എപ്പോഴും കൊണ്ടു നടക്കുകയും ഇല്ലാത്ത പവറ് തൻ്റെ പ്രസിഡൻറ്റിനുണ്ട് എന്ന് എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ഷണ്ടത്വത്തിൻ്റെ ഉടമകളാണ് ഈ പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം. എന്നിട്ട് ഈ കൊട്ടു കൊടുക്കുന്നത് ആർക്കാണ്? കുന്നംകുളത്തെ മൗലവിയാണ്. ആരാണ് ആ മൗലവി? 35 കൊല്ലം ഇവരെ കൂടെ കിടന്നുറങ്ങിയ, ഇവർക്ക് ഫത്വ ഒപ്പിച്ച് കൊടുത്തൊരു മൗലവിയാണ്. ഏതായാലും ശരി, അറിവുള്ളൊരു പണ്ഡിതൻ എന്ന നിലക്ക് നമ്മളിപ്പോൾ അദ്ദേഹത്തെ ക്രോശിക്കുന്നില്ല. അവരൊക്കെ ഉണ്ടാക്കി തീർത്ത പുലിവാല് തന്നെയാണിത് എന്ന് അവർ ഉൾക്കൊള്ളണം ഈ വൈകിയ വേളയിലെങ്കിലും എന്നേ നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇതുകൊണ്ട് മാത്രമായില്ല, അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം രേഖപ്പെടുത്തി തുളുമ്പുന്ന മറ്റൊരു അധ്യായമാണ് ഇനി കേൾക്കേണ്ടത്. അത് തൗബയുടെ വിഷയങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എങ്ങനെയാണ് തൗബ ചെയ്താൽ എന്താണ്, പിന്നെ അത് വിമർശിക്കാൻ പാടുണ്ടോ? കേൾക്കാം. ഞാൻ വിശ്വാസികളോട് ചോദിക്കട്ടെ, എന്താണ് ഈ തൗബ എന്ന് പറയുന്നത്? എന്താണ് ഈ തൗബ എന്ന് പറയുന്നത്? ഈ ഫത്വയിൽ അദ്ദേഹം കൂട്ടിയണക്കുന്നത് സുപ്രഭാതം എന്ന് പറയുന്ന തങ്ങളോടൊപ്പം കിടന്നിരുന്ന പത്രം ഇപ്പോൾ ഒരു പരസ്യം കൊടുത്തത് സംബന്ധമായിട്ടാണ്. തൗബ സ്വീകരിക്കാൻ ബാധ്യതയില്ലേ? അതല്ല, നിങ്ങൾക്ക് അതിന് അർഹതയില്ലെന്ന് പറയാൻ നമുക്ക് ആർക്കാണ് അവകാശമുള്ളത്? എന്നിട്ട് ആ മനുഷ്യൻ വരുമ്പോ കമ്മ്യൂണിസ്റ്റുകാരൻ പോട്ടെ, ഒരു സമുദായ പത്രത്തിന്റെ പള്ളികളിൽ നിന്നും മീറാബുകളിൽ നിന്നും പിരിച്ചുപോയി ഉണ്ടാക്കിയ ഒരു പത്രത്തിന്റെ ഫ്രണ്ട് പേജില് ആ സന്ദീപ് നായരെ ആക്ഷേപിക്കാൻ വേണ്ടി ഫോട്ടോ കൊടുത്തിട്ട് ട്രൗസർ ഇട്ട് നിൽക്കുന്ന RSS കാരന്റെ ഫോട്ടോ കൊടുക്കുക തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം. RSS ആശയം വിടാതെ മുന്നിലെ സീറ്റിൽ കസേര കിട്ടാത്തതിൻ്റെ പേരിൽ പാർട്ടി മാറി വന്ന ആൾ തൗബ ചെയ്തു, അദ്ദേഹം ഖലീഫയാകാൻ പോകുന്നു എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അതിന് പറച്ചിലുള്ളത്. എന്നാൽ ഈ തൗബ എന്താണെന്ന് ഈ മനുഷ്യനിക്കറിയോ? തൗബ ചെയ്ത് ഖേദിക്കൽ ആർക്ക് പറയപ്പെട്ട വിശേഷനാണ്? ലോകത്തുള്ള എല്ലാ മതക്കാർക്കുള്ളതാണോ? അതുപോലും തിരിയാത്ത ഒരു വികല ആശയക്കാരനായി ഇദ്ദേഹം മതപ്പതിച്ചയിൽ വലിയ ദുഃഖം തോന്നുകയാണ്. ഏതായാലും തൗബയെക്കുറിച്ചൊക്കെ പാണ്ഡിത്യമുള്ള അദ്ദേഹം ഒന്ന് PG ചേരുന്നത് നല്ലതായിരിക്കും. സന്ദീപ് നായരെ ഖലീഫ ഉമറിന്റെ പോസ്റ്റിലേക്ക് ഉയർത്താനാണ് അടുത്ത ശ്രമം. ആ ശ്രമം ഒന്ന് കാണുക. ഇതാണോ ഇത് ന്യായമാണ്? എന്നിട്ട് ആ സന്ദീപ് എന്ന് പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾക്ക് ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ല. അങ്ങനെ പറയുമ്പോഴേ മുതലക്കുളത്തുനിന്ന് ദീൻ പറയേണ്ടത് ഞങ്ങളാണ് അറിഞ്ഞതും കാര്യമില്ല. സന്ദീപ് പറയേണ്ടപ്പോ സന്ദീപും പറയും. പറയേണ്ട ചരിത്രമാണെങ്കിൽ, കേൾക്കേണ്ട ചരിത്രമാണെങ്കിൽ സന്ദീപിന്റെ വായിൽ തന്നെ കേട്ടു പഠിക്കേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടായതില് നാണിച്ചു തലതാഴ്ത്തണം. നിങ്ങൾ മനസ്സിലായങ്ങള്? നാണിച്ചു തലതാഴ്ത്തണം. BJP കലക്കി കുടിച്ചതിനാള് ആ നയവും കാഴ്ചപ്പാടൊന്നും വിടാതെ പെട്ടെന്ന് ഇവരുടെ മുന്നണിയിൽപ്പെട്ട ഒരു പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നു. അതിനെ പരാമർശിച്ചുകൊണ്ട് പലരും വിമർശനങ്ങളും മറ്റും ഉന്നയിച്ചപ്പോൾ അതിനെ ഖലീഫ ഉമറിൻ്റെ വരവിനോടാണ് ഇദ്ദേഹം താരതമ്യപ്പെടുത്തിയിട്ടുള്ളത്. ഇദ്ദേഹവും ആ പാർട്ടി ഒന്നാകെ. ഖലീഫ ഉമർ ആരായിരുന്നു? അങ്ങനത്തെ കാരാക്കൂസ് കമ്പനിയിൽപ്പെട്ട ആൾ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ പ്രവാചകൻ ചേർത്ത് പിടിച്ചില്ലേ? എല്ലാവരും ഞെട്ടിക്കുന്ന തീരുമാനമാണിത്. ഈ കാര്യം ശരിയല്ല എന്നാണ് പറയുന്നത്. ഉമറുൽ ഫാറൂഖിൻ്റെ മതപരമായ ആശ്ലേഷവും ഇവിടുത്തെ നക്കാപ്പിച്ച രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള മുൻനിരയിൽ കസേര കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ പാർട്ടി വിട്ടു വരുന്നത് ഒന്നായി സങ്കല്പിക്കുന്ന, ഒന്നായി ചിത്രീകരിക്കുന്ന ഇസ്ലാമിൻ്റെ ആൾ എന്ന് പറയുന്ന ആളുകളെക്കുറിച്ചാണ് നമുക്ക് പുച്ഛം തോന്നുന്നുണ്ട്. ഉമർ ഖത്താബ് അവിടെ കസാല വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ആദർശത്തിന് വേണ്ടി ഇങ്ങോട്ട് വന്നത്. ഇദ്ദേഹം വന്നതിനെന്താ ആദർശം? സ്റ്റേജിൽ കസേര കിട്ടിയില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയപരമായി നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ ചെയ്യാം. പക്ഷേ ഇസ്ലാമിൻ്റെ കഥയെ മലിനമാക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ പേരണിഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ പാർട്ടി ശ്രമിക്കരുത്, അണികൾ ശ്രമിക്കരുത് എന്നാണ് പറയാനുള്ളത്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേർത്ത് പിടിച്ചതും പൂർണ്ണമായി ജഹാലത്തും ശിർക്കും വിട്ടുവന്നതുകൊണ്ടാണ്. ഇദ്ദേഹം പറയുന്നത് എന്താണ്? എനിക്ക് അവിടെ ചില ബർത്തുകൾ കൂടി പൂർത്തിയാക്കാനുണ്ട് എന്നാണ്.
ഇദ്ദേഹം വന്നിട്ടും പറയുന്നു RSS കാര്യാലയം നിർമ്മിക്കാനുള്ള ഭൂമി ഞാൻ വിട്ടുകൊടുക്കും എന്ന്. എന്തൊരു വിരോധാഭാസമാണ്! ഇവിടെ എത്തിയത് കസാല കിട്ടാത്തതിൻ്റെ പേരിൽ, പക്ഷേ മനസ്സിപ്പോഴും സംഖ്യയാണ്, RSS ബോധമാണ് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. എന്നിട്ടോ ചാർത്തുന്നത് ഉമർ ഖത്താബിൻ്റെ 2ാം ഖലീഫൻ്റെ പട്ടം. ഇനി ഇയാളെ മന്ത്രിയാക്കിയത് ഖലീഫ ഉമറാണിതെന്ന് പറയുമെന്നറിയില്ല. ഏതായാലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഏതെങ്കിലും വിവരം കെട്ട ആളുകൾ എന്തെങ്കിലും കഥ പറയുമ്പോൾ അതിന് തുള്ളുന്ന പാർട്ടിയായി മാറിയിരിക്കുകയാണ്. കാരണം അങ്ങനെയാണല്ലോ നേതാവിൻ്റെയൊക്കെ സ്ഥിതി. അതിൽ നമ്മൾ പരിതപിക്കുകയല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം ജാഹിലിയത്തിന് കൂട്ടുനിൽക്കുന്ന അണികൾ, ആ അണികളോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ ഖിയാമത്ത് നാളിനെ എത്രയും പെട്ടെന്ന് വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായി ഇവരൊക്കെ മാറുന്നു എന്നാണ് മനസ്സിലാകുന്നത്. KM ഷാജി പണ്ഡിതന്മാർക്കെതിരൊക്കെ പറയുന്ന ഈ തഹ്ഖീഖാത്തുകൾക്ക് ഒറ്റപ്പെട്ട അഭിപ്രായത്തിൻ്റെ ബലമല്ല, പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. മുസ്ലിം ലീഗിൻ്റെ നയം തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്നാണ് നമ്മളെ കർമൂസത്തണ്ടിൻ്റെ സാഹിബ് പറയുന്നത്. അതും കൂടി നമുക്ക് കേൾക്കാം. KM ഷാജി മുസ്ലിം ലീഗിൻ്റെ നയങ്ങൾക്കെതിരായിട്ടൊന്നും പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെ നയങ്ങൾ മാത്രമേ ഷാജി പറഞ്ഞിട്ടുള്ളൂ. മുസ്ലിം ലീഗിൻ്റെ നയമല്ലാത്തൊരു നയം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയൂ? അപ്പോൾ ഷാജി പറയുന്നതൊക്കെ പാർട്ടി സെക്രട്ടറി എന്ന നിലക്ക് പാർട്ടിയുടെ നയമാണ്. അപ്പോൾ ഈ നയം തന്നെയാണ് പാർട്ടിക്ക് മൊത്തമായിട്ടുള്ളത്. ഇനി വേറെ തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഒറ്റപ്പെട്ട അഭിപ്രായമാണെന്ന് പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ്. മതത്തിൻ്റെ ശരിയായ വശങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആ പറയിപ്പിക്കുന്നത് ആരാണെന്ന് നമുക്കറിയാമെന്നാണ്. അതാണ് തിരിയാത്തത്. ജിഫ്രി തങ്ങളത്തെയാണോ? അല്ല, അതൊക്കെ പറയിപ്പിക്കുന്ന ആരാ നമുക്ക് നന്നായിട്ട് അറിയാം. വലിയ സ്ഥാനത്തിരിക്കുന്ന ഇദ്ദേഹത്തിനിക്ക് മറ്റുള്ള സംഘടനകളെക്കുറിച്ചൊന്നും അറിയില്ല, ആ നേതാക്കളൊന്നും അറിയില്ല എന്ന് പറയുന്നത്. മുമ്പ് SKSSF എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പ്രസിഡൻറ്റിനെ അറിയില്ല, അറിയപ്പെടാത്ത ആളാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിൻ്റെ സെക്രട്ടറിയെ അറിയില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഭയങ്കര പോലീസുള്ള ആളാണത്. അതറിയപ്പെടേണ്ട ഒരു സംഘടനയൊന്നല്ല എന്നത് വേറെ കാര്യമെങ്കിലും ഇദ്ദേഹത്തിന് അറിയേണ്ടതാണല്ലോ. ഒപ്പം കെടുക്കുന്നവരായിരുന്നല്ലോ ഇതുവരെ. KM ഷാജിക്കെതിരായ SKSSF സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫിന്റെ വിമർശനം സംബന്ധിച്ച ചോദ്യത്തിന് അതാരാണെന്ന് മറുചോദ്യം. നമ്മൾ ഈ അറിയാത്ത ആളുകളുടെ, രാഷ്ട്രീയക്കാരല്ലാത്ത ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ പറ്റി മറുപടി പറയാൻ ഞാനാളല്ല. ചുരുക്കി പറഞ്ഞാൽ ഞാനും എൻ്റെ കെട്ടിയോളും ഇങ്ങനെയുള്ളു ലോകം, മറ്റുള്ളവരെ കുറിച്ചൊന്നും എനിക്കറിയില്ല, ഞാൻ വലിയ സ്ഥാനത്തും ദർജയിലുമാണ് എന്നൊക്കെ പറയുന്ന രീതിയാണ്. നമുക്കിവിടെ മനസ്സിലാകുന്നത് ഈ പാർട്ടിയെ മുഴുവൻ വഹാബിസം കയ്യിലെടുത്ത് അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ്. വിവരമില്ലാത്ത പ്രസിഡൻറ്റും മറ്റു ബന്ധപ്പെട്ടവരൊക്കെ അതിനനുസരിച്ച് ആടുകയാണ്. അല്ലെങ്കിൽ അവർക്കും ഈ വഹാബിസം കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് സംശയിക്കുകയാണ്. ഈ അടുത്തായിട്ട് വഹാബികളുടെ പുസ്തകം പ്രകാശനം ചെയ്യലും അവരെ സന്ദേശം കൈമാറലും അവർക്ക് വേണ്ടി എല്ലാ നിലക്കും ഒത്താശ ചെയ്യലൊക്കെ അദ്ദേഹത്തിനും കുറച്ച് വർദ്ധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഉമ്മത്തിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഉമ്മത്തിൻ്റെ മഹാഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ ആർജിച്ചുകൊണ്ട് എന്തൊക്കെ തോന്നിവാസങ്ങൾ ഇവരൊക്കെ കൂടി ഒപ്പിക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അള്ളാഹു ഈ ഉമ്മത്തിന് ഈ പറയപ്പെട്ട പാർട്ടിയിൽ നിന്നും അവരുടെ ഷെറുകളിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.